എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരും. എസ് രഞ്ജിത്ത്, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 12 മലയാളികളുടെ വിവരമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൂടുതൽ മലയാളികൾ ഉൾപ്പെട്ടേക്കാം, നമുക്കത് തള്ളിക്കളയാൻ കഴിയില്ല. മൊത്തം 49 പേർ, അതിൽ 43 ഇന്ത്യക്കാർ, 12 പേർ മലയാളികളാണെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി DNA പരിശോധന നടന്നാൽ മാത്രമേ കൂടുതൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ സാധിക്കൂ. ആരൊക്കെയാണ് തിരിച്ചറിഞ്ഞ ആളുകൾ? അവരുടെ ലിസ്റ്റ് ഒരിക്കൽ കൂടി നമുക്കൊന്ന് പ്രേക്ഷകർക്ക് നൽകാം. അതെ, തീർച്ചയായും അരുൺ, ഇന്ന് 12 പേർ, അതായത് ഈ തീപിടുത്തത്തിൽ 12 പേർ മരിച്ചു എന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ മരിച്ചവരുടെ പേര് വിവരങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം. തൃക്കരിപ്പൂർ എളമ്പച്ചി സ്വദേശി കേളു, ഇത് ഒന്നാമത്തെ ആൾ. രണ്ടാമത്തെ കാസർഗോഡ് ചെർക്കള കണ്ടെടുക്കം സ്വദേശി രഞ്ജിത്ത്, 34 വയസ്സ്. 3 പാമ്പാടി സ്വദേശി സ്റ്റീഫൻ എബ്രഹാം സാബു, 29 വയസ്സ്. പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ് എസ് നായർ. 5-മത്തെ ആൾ കൊല്ലം സ്വദേശി ഷമീർ. 6 പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി PV മുരളീധരൻ, 54 വയസ്സാണ്. കൊല്ലം വിളച്ചിക്കാല വടക്കോട്ട് വിളയിൽ ലൂക്കോസ് സാബു, 48 വയസ്സാണ്. പുനലൂർ നരിക്കൽ വാഴവിള സ്വദേശി സാജൻ ജോർജ്. കോന്നി അട്ടച്ചായ്ക്കൽ സ്വദേശി സജു വർഗീസ്, 56 വയസ്സാണ്. തിരുവല്ല മേപ്ര സ്വദേശി ഉമ്മൻ, ഇതാണ് ഇന്ന് തിരിച്ചറിഞ്ഞ ഒരാൾ. മറ്റൊന്ന് ഇന്ന് തിരിച്ചറിഞ്ഞ രണ്ടാമത്തെ ആൾ കണ്ണൂർ ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണൻ. ഇദ്ദേഹം മരിച്ചതായും ഇന്ന് രാവിലെയാണ് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത്. 12-മത്തെ ആൾ തിരൂർ കാട്ടായി സ്വദേശി കോതപ്പറമ്പ് സ്വദേശി നൂഹു, 40 വയസ്സാണ്. ഈ 3 പേരുടെ മരണമാണ് ഇന്ന് രാവിലെ സ്ഥിരീകരിച്ചത്. അതേസമയം അനൗദ്യോഗികമായ വിവരങ്ങൾ കുവൈറ്റിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. കൂടുതൽ മലയാളികൾ മരിച്ചതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത് സംബന്ധിച്ച സ്ഥിരീകരണം നമുക്ക് അല്പസമയത്തിനകം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആണ് വിവരങ്ങൾ നൽകിയത്. നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, കൂടുതൽ മലയാളികൾ ഈ ദുരന്തത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല.